കമ്പൈലറിലെ സെക്കൻഡ് ഫേസ് ആയിട്ടുള്ള സിൻറ്റാക്സ് അനാലിസിസ് ഫേസിലെ ഉപയോഗിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള പാസിംഗ് ടെക്നിക്സിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാസിംഗ് ടെക്നിക്സ്, ദാറ്റ് മീൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാസേഴ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പാസേഴ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. പാസേഴ്സിനെ മെയിനായിട്ടും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ടോപ്പ് ഡൗൺ പാസർ എന്നും ബോട്ടം അപ്പ് പാസർ എന്നും. നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ ടോപ്പ് ഡൗൺ പാസറിലുള്ള ഏതെങ്കിലും ഒരു ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഗ്രാമേഴ്സ് എന്താവണം, ലെഫ്റ്റ് റിക്കേഴ്സീവ് ആവാൻ പാടില്ല, അതുപോലെ നോൺ ഡിറ്റർമിനിസ്റ്റിക് ആവാൻ പാടില്ല, അതുപോലെ ആംബിഗസ് ആയിട്ടുള്ള ഗ്രാമേഴ്സും ആവാൻ പാടില്ല. ഈ 3 കണ്ടീഷൻസും മസ്റ്റായിട്ടും സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഇതാണ്. ടോപ്പ് ഡൗൺ പാസർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രാമർ, അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാമർ എന്തായിരിക്കണം, ലെഫ്റ്റ് റിക്കേഴ്സീവ് ആവാൻ പാടില്ല, അതേപോലെ നോൺ ഡിറ്റർമിനിസ്റ്റിക് ആവാൻ പാടില്ല, അതേപോലെ ആംബിഗസും ആവാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ടോപ്പ് ഡൗൺ പാസേഴ്സിൽ എന്തൊക്കെ ക്ലാസിഫിക്കേഷനാണുള്ളത് നമുക്ക് നോക്കാം. ടോപ്പ് ഡൗൺ പാസേഴ്സിനെ മെയിനായിട്ടും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആ രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് ബാക്ക് ട്രാക്കിങ്ങും വിത്തൗട്ട് ബാക്ക് ട്രാക്കിങ്ങുമാണ്. ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. വിത്ത് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഥവാ നമ്മളിപ്പോൾ ഒരു സ്ട്രിങ് എടുത്തിട്ട് ആ സ്ട്രിങ് ജനറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലെ ഓരോ പോസിബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷനും എടുത്തതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യാണ്, അഥവാ ഈ സ്ട്രിങ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, ഈ ഒരു പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രൊഡക്ഷൻ എടുത്തു, ദെൻ ചെക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സ്ട്രിങ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യും, ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് അനദർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ എടുക്കും, ദെൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ചെക്ക് ചെയ്യുന്നു. സോ അങ്ങനെ എന്ത് ചെയ്യുന്നു, അതാണ് എന്ത്, വിത്ത് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വിത്തൗട്ട് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ, അഥവാ ഇൻപുട്ട് സ്ട്രിങ് ഡിറൈവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഉറപ്പുള്ള, അഥവാ ഇൻപുട്ട് സ്ട്രിങ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പുള്ള കറക്റ്റായിട്ടുള്ള പ്രൊഡക്ഷനെ ചൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻപുട്ട് സ്ട്രിങ് ഡിറൈവ് ചെയ്യുന്ന കഴിഞ്ഞാണ് വിത്തൗട്ട് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൽ വിത്ത് ബാക്ക് ട്രാക്കിങ്ങിലും വിത്തൗട്ട് ബാക്ക് ട്രാക്കിങ്ങിലും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം. വിത്തൗട്ട് ബാക്ക് ട്രാക്കിങ്ങിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. റിക്കേഴ്സീവ് ഡീസെൻറ്റ് പാസറും അതുപോലെ നോൺ റിക്കേഴ്സീവ് ഡീസെൻറ്റ് പാസറുമാണ്. സോ ഓരോന്നും നമുക്ക് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. നോൺ റിക്കേഴ്സീവ് ഡീസെൻറ്റ് പാസേഴ്സിന് ഒരു ഉദാഹരണമാണ് LL1 പാസേഴ്സ്. സോ വിത്തൗട്ട് ബാക്ക് ട്രാക്കിങ്ങിൽ ഒരു ക്ലാസിഫിക്കേഷനാണുള്ളത്, ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് എന്നുള്ള ഒരു ഇതാണ് വിത്ത് ബാക്ക് ട്രാക്കിങ്ങിൽ വരുന്നത്. സോ വിത്ത് ബാക്ക് ട്രാക്കിങ്ങും വിത്തൗട്ട് ബാക്ക് ട്രാക്കിങ്ങും എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിനി അടുത്തതായിട്ട് ബോട്ടം അപ്പ് പാസേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ബോട്ടം അപ്പ് പാസേഴ്സിനെ രണ്ടായിട്ടാണ് മെയിനായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസർ എന്നും LR പാസർ എന്നുമാണ് ആ ക്ലാസിഫിക്കേഷൻ. ഇതിൽ LR പാസേഴ്സ് LR0 പാസർ എന്നും SLR1, LALR1, CLR1 എന്നിങ്ങനെ 4ആയിട്ടും തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആംബിഗ്വസ് ആയിട്ടുള്ള ഗ്രാമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനും ആരോട് കഴിയും, ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസറോട് കഴിയും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ദെൻ എല്ലാ പാസേഴ്സും നമുക്ക് പഠിക്കാനില്ല, നമുക്ക് പഠിക്കാനുള്ള പാസേഴ്സ് ഓരോ വീഡിയോസായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. സോ അടുത്തതായിട്ട് നമ്മൾ ടോപ്പ് ഡൗൺ പാസ് അതേപോലെ ബോട്ടം അപ്പ് പാസ് എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഈ ഒരു ഗ്രാമറിലെ പ്രൊഡക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഇൻപുട്ട് സ്ട്രിങ് ADBCEC എന്നുള്ള ഇൻപുട്ട് സ്ട്രിങ് എങ്ങനെ ഡിറൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്, ടോപ്പ് ഡൗൺ പാസിംഗ് അതേപോലെ ബോട്ടം അപ്പ് പാസിംഗ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ടോപ്പ് ഡൗൺ പാസിംഗ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഇൻപുട്ട് സ്ട്രിങ് ഈ ഗ്രാമറിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ടോപ്പ് ഡൗൺ പാസിംഗ് എന്നുള്ള പേരിനെ പോലെ തന്നെയാണ്
സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ടോപ്പിൽ നിന്നാണ്. എൻഡ് ചെയ്യുന്നത് ഡൗൺ അല്ലേ? ടോപ്പ് ടു ബോട്ടം ആണ് എന്ത് നടക്കുന്നത്? പാസിങ് നടക്കുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻപുട്ട് സ്റ്റാർട്ടിങ് സിമ്പിൾ ആയിട്ടുള്ള എസിൽ നിന്നും എൻഡ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും? ലീഫ് നോഡിലായിരിക്കും എൻഡ് ചെയ്യുന്നുണ്ടാവുക. അഥവാ ഈ ഒരു സ്ട്രിങ് കിട്ടുന്ന രീതിയിലായിരിക്കും പാസ് ട്രീ വരുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? ടോപ്പ് ഡൗൺ പാസർ ആയതുകൊണ്ട് സ്റ്റാർട്ടിങ് സിമ്പിൾ നിന്നായിരിക്കും തുടങ്ങുന്നുണ്ടാവുക. എസ് എന്നുള്ളത് ഇട്ടു. ദെൻ എസിൻ്റെ പ്രൊഡക്ഷൻസ് ഏതൊക്കെയാണുള്ളത് നോക്കുക. ഇവിടെ ആകെ ഒരു പ്രൊഡക്ഷനേ ഉള്ളൂ. സോ അത് നമ്മൾ കൊടുക്കുകയാണ്. സ്മോൾ എ, ക്യാപിറ്റൽ എ, ബി, സ്മോൾ സി. ഇതാണ് പ്രൊഡക്ഷൻ. ദെൻ അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് എ എന്നുള്ള പ്രൊഡക്ഷനിൽ ഇത് അറ്റ് എ ടൈമിൽ തന്നെ ഈ ഒരു ഇൻപുട്ട് സിമ്പിളിലോട്ടും കൂടി നോക്കുക. എ, സി എന്നുള്ളത് അല്ലേ, ബാക്കിയുള്ളതാണ് ഇനി നമുക്ക് ജനറേറ്റ് ചെയ്ത് വരേണ്ടത്. സോ ഈ എക്ക് ഏത് പ്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാലാണ് ഇവിടെ ഇതുപോലെ കിട്ടുക എന്നുള്ളത് നോക്കുക. സോ എക്ക് ഏത് പ്രൊഡക്ഷൻ കൊടുക്കേണ്ടി വരും? എ, ബി, സി എന്ന് കൊടുക്കേണ്ടി വരും അല്ലേ. സോ ഞാനിവിടെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള എ ഡിറൈവ്സ് എ, ബി, സി എന്നുള്ള ഫസ്റ്റ് പ്രൊഡക്ഷൻ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. എ, ബി, സി എന്ന് അപ്ലൈ ചെയ്തു. ദെൻ അടുത്തതായിട്ട് നിങ്ങൾ നോക്കുക, ഇവിടെ ഇപ്പോൾ ഉള്ളത് ഇനി എക്കാണ്. എക്ക് എന്ത് കൊടുത്തു കഴിഞ്ഞാലാണ് ഇതുപോലെ കിട്ടുക നോക്കുക. ഇപ്പോൾ ഉള്ളത് എ, ബി, സി, ക്യാപിറ്റൽ ബി, സി എന്നുള്ള ഫോമിലാണുള്ളത്. സോ ഈ എക്ക് എന്ത് കൊടുക്കണം? ഡി ആയിരിക്കും അടുത്തതായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട പ്രൊഡക്ഷൻ. എ ഡിറൈവ്സ് ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സോ എ, ഡി, ബി, സി എന്നായി. എ, ഡി, ബി, സി എന്നായി. ദെൻ ക്യാപിറ്റൽ ബി എന്നുള്ള നോൺ ടെർമിനൽ ഉണ്ട് ഇവിടെ. ഇതിന് ഏത് കൊടുത്തു കഴിഞ്ഞാലാണ് ഈ ഇൻപുട്ട് സ്ട്രീം കിട്ടുക എന്ന് നോക്കുക. സോ ക്യാപിറ്റൽ ബിക്ക് ആകെ ഒരു പ്രൊഡക്ഷൻ ഇവിടെ ഉള്ളൂ, ഇ ആണ്. സോ ഇ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? എ, ഡി, ബി, സി, ഇ, സി എന്നുള്ള ഇൻപുട്ട് സ്ട്രിങ് ഇവിടെ ടോപ്പ് ഡൗൺ പാസിംഗ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റി. സ്റ്റാർട്ടിംഗ് നോഡ് മുതൽ സ്റ്റാർട്ടിംഗ് സിമ്പൽ മുതൽ ഇങ്ങനെ ലീഫ് നോഡ് വരെ ഡെറൈവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോപ്പ് ഡൗൺ പാസിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബോട്ടം അപ്പ് പാസിംഗ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ബോട്ടം അപ്പ് പാസിങ്ങിൽ ബോട്ടം ടു അപ്പ് ആയിരിക്കും പാസ് ട്രീ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ എവിടെ നിന്നായിരിക്കും? ലീഫ് നോഡ് മുതൽ എന്തായിരിക്കും? മെയിൻ ആയിട്ടുള്ള സ്റ്റാർട്ട് സിമ്പിൾ വരെ ആയിരിക്കും എന്തുണ്ടാവുന്നുണ്ടാവുക? ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. പാസ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നത് ലീഫ് നോഡ് ടു സ്റ്റാർട്ട് സിമ്പിൾ വരെ ആയിരിക്കും. സോ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ഏറ്റവും ആദ്യം എടുക്കേണ്ടത് ബോട്ടം അപ്പ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം എടുക്കേണ്ടത് ഇൻപുട്ട് സ്ട്രിങ് ആണ്. ഞാനിവിടെ എ, ഡി, ബി, സി, ഇ, സി എന്നുള്ള ഇൻപുട്ട് സ്ട്രിങ് ആദ്യം എടുത്തു. ദെൻ നമ്മൾ നോക്കേണ്ടത് ഇവിടെ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും സിംഗിൾ ആയിട്ടുള്ള ടെർമിനലോ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻസോ ഏതെങ്കിലും നോൺ ടെർമിനൽസിന് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന സമയത്ത് ഏതെങ്കിലും സിംഗിൾ ആയിട്ടുള്ള ഏതെങ്കിലും നോൺ ടെർമിനൽ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ നമുക്ക് അടുത്ത് നോക്കാം. ഡി ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, എ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മുകളിലോട്ട് വരക്കണം. അതിൻ്റെ റൂട്ട് നോഡ് വരക്കുക. റൂട്ട് നോഡ് എന്താണ്? ക്യാപിറ്റൽ എ ആണ് ഡീനെ ജനറേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ഫസ്റ്റ് ഉള്ളത് വരച്ചു. അതിൻ്റെ റൂട്ട് നോഡ് നമ്മൾ വരക്കുക. അടുത്തതായിട്ട് ഈ ബി, സി എന്നുള്ളതും അതുപോലെ എയും എ, ബി, സി എന്നുള്ളത് ഏതെങ്കിലും നോൺ ടെർമിനൽ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അഥവാ എ, ബി, സി എന്നുള്ളത് ഏതിൻ്റെ? എ എന്നുള്ള പ്രൊഡക്ഷൻ എ ഡിറൈവ്സ് എ, ബി, സി എന്നുള്ളതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് എ, ബി, സി എന്നുള്ളത് എ ഡിറൈവ് ചെയ്യുന്നു എന്ന് എഴുതാൻ പറ്റും അല്ലേ. ദെൻ നോക്കുക അടുത്തതായിട്ട് ഇ ഏതെങ്കിലും ഡിറൈവ് ചെയ്യുന്നുണ്ടോ? അടുത്ത സിമ്പിൾ ഏതാണ്? ഇ ആണ്. സോ ഇ ഡിറൈവ് ചെയ്യുന്നുണ്ട്. എന്താണ്? ബി എന്നുള്ള അല്ലേ, ബി ഡിറൈവ്സ് ഇ എന്നുള്ളതാണ്. സോ എന്ത് ചെയ്യുന്നു? ബി, ഇ എന്നുള്ളത് കിട്ടി. ദെൻ അടുത്തതായിട്ട് നോക്കുക ഇനി ഏതെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത്. സോ അടുത്തത് നോക്കാൻ എന്താണ്? ഏതെങ്കിലും സി മാത്രമുള്ളതില്ല. സോ കോമ്പിനേഷൻസ് നോക്കുക. എ, ബി, സി എന്നുണ്ട് അല്ലേ. എ, ബി, സി എന്നുള്ളതുണ്ട്. സോ എസ് എന്ന് എഴുതാം നമുക്ക്. അതിനെ ഞാനിവിടെ ഇങ്ങനെ വരക്കാൻ പോവാണ്. എ, ബി, അതേപോലെ സി. എ, ബി, സി എന്ത് ഡെറൈവ് ചെയ്യുന്നുണ്ട്? സ്റ്റാർട്ട് സിമ്പിൾ എന്ന് കിട്ടും. സോ ഇതാണ് ഇതിൻ്റെ ബോട്ടം അപ്പ് പാസിംഗ് വഴി ഈ ഒരു ഇൻപുട്ട് സ്ട്രിങ്ങിൻ്റെ പാസ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നത്.
സോ ഇൻപുട്ട് സ്ട്രിങ്ങിൽ നിന്നും സ്റ്റാർട്ട് സിമ്പിൾ ഇവിടെ എന്ത് ചെയ്തു, റീച്ച് ചെയ്തു. ഇങ്ങനെ ലീഫ് നോഡിൽ നിന്നും റൂട്ട് നോഡ് ജനറേറ്റ് ആകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോട്ടം അപ്പ് പാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻപുട്ട് സ്ട്രിങ്ങിൽ നിന്നും എന്ത് സ്റ്റാർട്ട് സിമ്പിൾ ജനറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ പറയാം, ലീഫ് നോഡിൽ നിന്നും റൂട്ട് നോഡ് ജനറേറ്റ് ചെയ്യുന്നതിനെ നമുക്ക് ബോട്ടം അപ്പ് പാസിംഗ് എന്ന് വിളിക്കാം. ഇവിടെ നമ്മൾ ടോപ്പ് ഡൗൺ പാസിംഗ് ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഇൻപുട്ട് സിമ്പിൾ ഉണ്ടായത് എന്നുള്ളത്, അതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ എസ് എന്നുള്ള പ്രൊഡക്ഷൻ സ്റ്റാർട്ടിംഗ് സിമ്പിളിൽ നിന്ന് തുടങ്ങി ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്താണ്, അതിൻ്റെ പ്രൊഡക്ഷൻ ആയിട്ടുള്ള എ ബി സി എന്ന് വരും. ദെൻ അതിന് ഈ ഫസ്റ്റ് നോൺ ടെർമിനൽസിനെയാണല്ലോ നമ്മൾ റീപ്ലേസ് ചെയ്യുക. സോ ഈ എക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നു, എ ബി സി എന്നുള്ളതാണ് അല്ലേ, എക്ക് എ ബി സി എന്നുള്ളതാണ്. സോ ക്യാപിറ്റൽ എ ബി സി കൊടുക്കുന്നു. ദെൻ ബിക്ക് എന്ത് ചെയ്യുന്നു, ഇ ആണ് കൊടുക്കുന്നത്. ഇവിടെ ഒരു എ ബി സി എന്ന് വന്നു. ദെൻ ബാക്കി ഇവിടെ എന്തുണ്ട്, ബി സി ഉണ്ട്. ദെൻ എന്ത് ചെയ്യുന്നു, ഈ എക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, ഡി എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ എ ഡി ബി സി എന്നാവും. ദെൻ ക്യാപിറ്റൽ ബി സി ഇവിടെ ബാക്കിയുണ്ട്. സോ എ ഡി ബി സി, ബിക്ക് പിന്നെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, ലാസ്റ്റ് ഫൈനലി ഇ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ സി. അതായത് നമ്മൾ ടോപ്പ് ഡൗൺ പാസിങ്ങിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് എന്താണ്, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ടുള്ള നോൺ ടെർമിനലിന് എ ബി സി എന്ന് കൊടുത്തു. ദെൻ വീണ്ടും ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ടുള്ളതിനാണ് നമ്മൾ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ് ടോപ്പ് ഡൗൺ പാസിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനാണ് ടോപ്പ് ഡൗൺ പാസിങ്ങിൽ വരുന്നത്. അടുത്തതായിട്ട് ബോട്ടം അപ്പ് പാസിങ്ങിൽ എന്ത് ഡെറിവേഷനാണോ യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ലീഫ് നോഡിൽ നിന്നാണ് എങ്കിലും ഡെറിവേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എല്ലായ്പ്പോഴും ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണെങ്കിലും റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണെങ്കിലും ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും സ്റ്റാർട്ട് സിമ്പിൾ എന്നായിരിക്കും. സോ ആ ഡെറിവേഷൻ എഴുതിയതിന് ശേഷം എന്ത് ഓർഡറിലാണ് ഈ പാസ് ട്രീ ജനറേറ്റ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഡെറിവേഷൻ സ്റ്റാർട്ടിംഗ് സിമ്പിൾ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആദ്യം ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ്, എസ് ഡിറൈവ്സ് എ ബി സി എന്നുള്ളത് തന്നെ ഈ അതേ പ്രൊഡക്ഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവസാനമായിട്ട് കൊടുത്തിട്ടുള്ള ഇതായിരുന്നു എന്ത്, ഈ പാസ് ട്രീ ക്രിയേറ്റ് ചെയ്ത സമയത്ത് എ ബി സി എന്നുള്ളത് ലാസ്റ്റ് ആയിരുന്നു അല്ലേ ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക. ദെൻ നോക്കേണ്ടത് അതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഏതായിരുന്നു, ബിക്ക് ഇ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ളതായിരുന്നു. സോ അത് നമുക്ക് ഇവിടെ കൊടുക്കാം. ബിക്ക് ഇ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ സി വന്നു. ദെൻ അതിൻ്റെ തൊട്ട് മുമ്പ് ചെയ്തത് ഏതായിരുന്നു, ഈ എ എന്നുള്ളതിന് എന്ത് ചെയ്യുന്നു. സോ ഇവിടെ അടുത്തതായിട്ട് ഏതായിരുന്നു തൊട്ട് മുമ്പ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ എക്ക് നമ്മൾ എ ബി സി എന്നായിരുന്നു അല്ലേ. സോ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, എ ബി സി ഇ സി എന്നാവും. അഥവാ റൈറ്റ് മോസ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ദെൻ അടുത്തത് എന്തായിരുന്നു, ഈ എക്ക് ലാസ്റ്റ് അതിൻ്റെ ഫസ്റ്റ് നമ്മൾ ചെയ്തിരുന്ന കാര്യം ഡീന് എന്തായിരുന്നു എ ആക്കിയത്, അതാണ് റിവേഴ്സ് ഓർഡറിലാണ് ഇത് വരുന്നത്. സോ എ ഡി ബി സി ഇ സി എന്നുള്ള ഫോമിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഇൻപുട്ട് സ്ട്രിങ് ഇവിടെ നമുക്ക് കിട്ടും. സോ നിങ്ങൾക്ക് ഇത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നതാണ്, ഇവിടെ ആദ്യം കൺസിഡർ ചെയ്തിട്ടുള്ള റൈറ്റ് മോസ്റ്റ് ആയിട്ടുള്ള എന്തിനെയാണ്, നോൺ ടെർമിനലിനെയാണ്. അതിന് എന്ത് ചെയ്തു, ഇ എന്നുള്ള പ്രൊഡക്ഷൻ കൊടുത്തു. ദെൻ റൈറ്റ് മോസ്റ്റ് എക്ക് എന്ത് ചെയ്തു, എ ബി സി എന്ന പ്രൊഡക്ഷൻ കൊടുത്തു. ദെൻ അതിലെ ലാസ്റ്റ് റൈറ്റ് മോസ്റ്റ് ആയിട്ടുള്ള എക്ക് എന്ത് ചെയ്തു, ഡി എന്നുള്ള പ്രൊഡക്ഷൻ കൊടുത്തു. സോ ഇവിടെ എന്താണ്, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. സോ ഇവിടെ പാസ് ട്രീ എങ്ങനെ ജനറേറ്റ് ആയി എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് മുതലാണ് എന്ത് പാസ് ട്രീ ജനറേറ്റ് ആയി തുടങ്ങിയത് അല്ലേ, മുകളിലോട്ടാണ്. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്താം, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഇൻ റിവേഴ്സ് ഓർഡർ എന്ന് എഴുതാം. ഇവിടെ എങ്ങനെയാണ്, റിവേഴ്സ് ഓർഡറിലാണ്, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഇൻ റിവേഴ്സ് ഓർഡറിലാണ് ഈ പാസ് ട്രീ ഇവിടെ എന്ത് ചെയ്തത്, ജനറേറ്റ് ചെയ്തത്. ഇതെങ്ങനെയായിരുന്നു, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനിലായിരുന്നു ഇത് പാസ് ട്രീ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി ബാക്കിയുള്ള ഓരോ പാസേഴ്സിനെയും നമുക്ക് ഓരോ വീഡിയോസിലായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം.